കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. നമ്മൾ 56 ഉദ്വേഗമില്ലാത്ത മനസ്സിനെ പറ്റിയാണല്ലോ പറയണത്. അതിൽ ഞാൻ 1-2 പോയിൻറ്റ്സ് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സമയം അധികമായി വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് 57 പോകാം കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, സന്തോഷത്തിൽ അധികം സന്തോഷിക്കാതെയും അധികം എക്സൈറ്റഡ് ആവാതെയും ദുഃഖത്തിൽ അതീവ ദുഃഖിക്കാതെയും, അത് രണ്ടും നമുക്ക് ഉദ്വേഗം ഉണ്ടാക്കണതാണ് ആങ്സൈറ്റി അല്ലേ. അധികം സന്തോഷിച്ചാലും കുറച്ച് കഴിഞ്ഞാൽ സന്തോഷം നിൽക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒരു മെൻ്റൽ ആജിറ്റേഷനാണ്. നമ്മുടെ മനസ്സിൻ്റെ ഒരു ചാഞ്ചല്യമാണ് കാണിക്കണത്. സന്തോഷം വരുമ്പോൾ അതികഠിനമായിട്ട് സന്തോഷിക്കുക, ദുഃഖം വരുമ്പോൾ അതികഠിന അല്ലേ. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു. അതാണ് അനുദ്വിഗ്ന മന എന്ന് പറഞ്ഞു അല്ലേ. ഉദ്വേഗമില്ലാത്ത മനസ്സോടു കൂടി ഇരിക്കണം. അതായത് എന്തൊക്കെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് തോട്ട്സ് നമുക്ക് വന്നാലും അതൊക്കെ നമ്മുടെ സത്വരജസ്തമോ ഗുണം കൊണ്ടുണ്ടാവണതാണ്, ശരിക്കുള്ളതല്ല. അതൊക്കെ എൻ്റെ മനസ്സിൻ്റെ മാത്രമാണ്, എൻ്റെ അല്ല എന്ന് വിചാരിച്ച് ആത്മാവിൽ രമിച്ച ആത്മാരാമനായിരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ. അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഇനി ഒന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ആര് പറഞ്ഞാലും നമ്മുടെ ഇളകാത്ത മനസ്സ്, കല്ലുപോലത്തെ മനസ്സല്ല ജ്ഞാനികളുടെ. അത് നമ്മൾ മനസ്സിലാക്കണം. അവർ പ്രതികരിക്കാത്തത് കാരുണ്യമില്ലാഞ്ഞിട്ടോ കല്ല് പോലത്തെ എന്താ വെച്ചാൽ ആയിക്കോട്ടെ അങ്ങനെ അതുകൊണ്ടല്ല കേട്ടോ. അവരുടെ മനസ്സ് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഒരു കല്ല് പോലെയല്ല. അവർക്ക് അങ്ങനത്തെ ഫീലിങ്സൊക്കെ വരുമ്പോൾ പിന്നെ ജ്ഞാനിക്ക് അറിയാം അതൊക്കെ എൻ്റെ മനസ്സിൻ്റെയാണ്, എൻ്റെ അല്ലാന്ന്. നമ്മൾ പറയുമല്ലോ എൻ്റെ മനസ്സെന്ന്. ആ എൻ്റെ മനസ്സിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ആളാണ് ഒരു ജ്ഞാനി. നമ്മളെ എൻ്റെ മനസ്സെന്ന് പറയാന്നേ ഉള്ളൂ. നമ്മൾ മനസ്സ് തന്നെയാണ്, അതായി ദുഃഖിക്കണതേ. അപ്പോൾ ജ്ഞാനിക്ക് ആ ദുഃഖം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ദുഃഖമാണ്, ഇത് എൻ്റെ ദുഃഖമല്ല. മനസ്സ് ഞാനല്ല. എൻ്റെ മനസ്സിൽ പൊന്തി വരുന്ന സുഖദുഃഖങ്ങളൊന്നും എൻ്റെ അല്ല. മനസ്സ് എൻ്റെ മനസ്സ് ഞാനല്ല. എൻ്റെ മനസ്സ് അത്രയേ ഉള്ളൂ, ഈ മേശ പോലെയുള്ളൂ എന്നാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്ത അത്രേ, അല്ലാതെ കാരുണ്യം ഇല്ലാഞ്ഞിട്ടല്ല എന്നാണ്. അതായത് എന്താണെന്നോ, ശരിക്കും എനിക്ക് ആ ഒരു പോയിൻ്റ് വളരെ ശരിയായി തോന്നി. നമ്മൾ ഈ സ്നേഹം, ശരിക്കുള്ള സ്നേഹം ഉണ്ടല്ലോ, നിസ്വാർത്ഥ സ്നേഹം അല്ലെങ്കിൽ കാരുണ്യം കലർന്ന സ്നേഹം എന്താ? ആ മറ്റയാളെ പറ്റിയിട്ട് ഉള്ള ഒരു കൺസേണോ അങ്ങനെയുള്ളതാണ് അൺകണ്ടീഷണൽ സ്നേഹേ. പക്ഷേ അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ യു ആർ ആക്ച്വലി മറ്റയാളെ പറ്റിയിട്ടുള്ള കൺസേണോട് കൂടിയിട്ടുള്ള മനസ്സാണ്. മറ്റയാളെ പ്രധാനമായും കൊണ്ട് നമ്മളെക്കാളും. അതാണ് ശരിക്കും സ്നേഹം, നിസ്വാർത്ഥ സ്നേഹം. പക്ഷെ അറ്റാച്ച്മെൻ്റ് എന്താ അറിയോ? അറ്റാച്ച്മെൻറ്റ് സ്നേഹം തന്നെയാണ്. പക്ഷെ ആ അറ്റാച്ച്മെൻ്റ് ആകുമ്പോൾ എന്താ അറിയോ, രാഗം ഉണ്ടാകുമ്പോൾ നമ്മൾ അവരിൽ നിന്നും വലുതും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് വ്യത്യാസം. വെറും സ്നേഹമാണെങ്കിൽ ഇറ്റ് ഈസ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ അതർ പേഴ്സൺ വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് എനിത്തിങ് ഫ്രം ദം. പക്ഷെ അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ രാഗമാണെങ്കിൽ നമ്മൾ സെയിം തിങ് തന്നെയാണ്, സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവരിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സേജ് അല്ലെങ്കിൽ ജ്ഞാനികളൊക്കെ അതില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അതാണ്. അതായത് ഒരു ജ്ഞാനിക്ക് ഇങ്ങനത്തെ ഈ മനസ്സിൻ്റെ നമ്മളിങ്ങനെ ഓസിലേഷൻ എന്ന് പറയുമല്ലോ, ക്ലോക്കിൻ്റെ പെൻഡുലം ആടണ പോലെ ഇങ്ങനെ ആടണില്ല, ഒരു ദിക്കിൽ നിൽക്കും. അതാണ്. അതുകൊണ്ടാണ് അവർ മൗനിയായിട്ടിരിക്കണതും പെട്ടെന്നൊന്നും പ്രതികരിക്കാതെ. അല്ലാണ്ട് അവർക്ക് ഇതില്ലാഞ്ഞിട്ടല്ല, കാരുണ്യം ഇല്ലാഞ്ഞിട്ടല്ല. ആക്ച്വലി കാരുണ്യം അവർക്കാണ് അധികം, നമ്മളെക്കാളും. ജ്ഞാനികൾക്കാണ് കൂടുതൽ കാരുണ്യം. കാരണം അവർ മറ്റയാളെ പറ്റി മാത്രമേ ബോധമുള്ളൂ, അവനോന് എന്ത് കിട്ടുന്നു എന്നില്ല. നമ്മുടെ രാഗത്തോടുള്ള സ്നേഹം എങ്ങനെയാണ്? അവരിങ്ങടും നമുക്കതുപോലെ പെരുമാറണം. റെസിപ്രോക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ആ സ്നേഹത്തിന് നമുക്ക് ദുഃഖമാവും, റെസിപ്രോക്കേറ്റ് ചെയ്താൽ സന്തോഷമാവും. അതാണ് വ്യത്യാസം എന്നാണ് കേട്ടോ. അത് പറഞ്ഞു നിർത്താം.
ഇനി ഇതന്നെ പറയാണ്, ഒന്നും കൂടി റീഇൻഫോഴ്സ് ചെയ്യുക, ഊന്നി പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ കേട്ടോ. സെയിം തിങ് തന്നെ. എന്താ വെച്ചാൽ ഭഗവാനെ അറിയാം, നമുക്ക് അത്ര പ്രാവശ്യം പറഞ്ഞാലേ കുറച്ചെങ്കിലും ഉള്ളിൽ കയറുള്ളൂ എന്നറിയാം. അതുകൊണ്ട് അതന്നെ പറയണം കേട്ടോ. 87 വായിക്കാം. സർവത്രാനഭിസ്നേഹ തത്തത് പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി നദ്വേഷ്ടി സത്തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാവണം തന്നെയാണെങ്കിൽ ഇതിലും പറയണം. മുമ്പേയും പറഞ്ഞുല്ലോ എങ്ങനെയാണെന്നല്ലേ പറഞ്ഞേ നമ്മൾ, ഒന്നിലും അധികം പ്രതികരിക്കാതെ എന്ന് പറഞ്ഞുല്ലോ. അതന്നെ പറയണം കേട്ടോ. യഹ ആരാണോ സർവത്ര അനഭിസ്നേഹ, അതായത് ഒന്നിനോടും അറ്റാച്ച്ഡ് അല്ല, സ്നേഹമുണ്ട്, അനഭിസ്നേഹമാണ്, ഓൺലി സിൻസിയർ ലവ്, അല്ലാതെ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത ലവിനാണ് അനഭിസ്നേഹം എന്ന് പറയുക. അൺഅറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്നേഹത്തിനാണ് അനഭിസ്നേഹം. സർവത്ര അനഭിസ്നേഹ, എല്ലാവരോടും അറ്റാച്ച്മെൻറ്റോട് കൂടാത്ത സ്നേഹം. തദ് ശുഭാശുഭം പ്രാപ്യ, അങ്ങനെ അതായത് അങ്ങനത്തെ ഒരാൾ, എല്ലാറ്റിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത ഒരാൾ വെന്നെവർ, എന്തിപ്പോൾ അശുഭം വന്നാലും ശുഭം വന്നാലും, നമുക്ക് പല സിറ്റുവേഷൻസും ഉണ്ടാവില്ല, പല സന്ദർഭങ്ങളും വരും. ചിലത് ശുഭ സന്ദർഭങ്ങളാവും, ചിലത് നമ്മൾ ഒട്ടും വിചാരിക്കാതെ അശുഭ സന്ദർഭങ്ങളാവും. അതായത് നമുക്കിഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതൊക്കെ സംഭവിക്കുമല്ലോ. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ, അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ന അഭിനന്ദതി, ഓവർ ജോയ്ഡ്, അതായത് നമുക്ക് ഭയങ്കര അതിൽ ശുഭം സംഭവിച്ചു വെച്ചാൽ അങ്ങിട്ട് സന്തോഷിക്കുക, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ വേണ്ടതിലേക്കും സന്തോഷിക്കുക, കടന്ന് തുള്ളിക്കളിക്കുക എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, അങ്ങനെ ചെയ്യുക. ഇനിയോ ഒരു സ്ഥിതപ്രജ്ഞൻ അങ്ങനെ ചെയ്യില്ല, അതിനെ നന്നായിട്ട്, അതായത് സാധാരണ പോലെ വളരെ സൗമ്യമായിട്ട് അതിനെ എടുക്കും. പിന്നെ ദ്വേഷ്ടി അതുമില്ല, നമുക്ക് വിചാരിച്ച ഫലം കിട്ടിയില്ലെങ്കിൽ ദേഷ്യപ്പെടുക, അതുമില്ല. ദ്വേഷ്ടി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത, അങ്ങനെ ഇരിക്കുന്ന ആളെയാണ് ശരിക്ക് സ്ഥിതപ്രജ്ഞ എന്ന് പറയുള്ളൂ. ആ ആളുടെ പ്രജ്ഞയാണ് ഒന്നിൽ സ്ഥിരമായിരിക്കുന്നത്. ആ ആളാണ് സ്ഥിതപ്രജ്ഞൻ. മീൻസ് അബൈഡിങ് ഇൻ ദ സെൽഫ്, ഓർ സ്വരൂപത്തിൽ വർത്തിക്കുന്ന ആൾ, എപ്പോഴും സ്വരൂപത്തിൽ തന്നെ വർത്തിക്കുന്ന. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഈ ആത്മാവാണെന്ന് അറിഞ്ഞ് അതിൽ തന്നെ എപ്പോഴും സഹജമായിട്ടിരിക്കുന്ന ആളെയാണ് അപ്പോൾ അത് പറയണത് കേട്ടോ. അങ്ങനെ ഒരാൾ എല്ലാറ്റിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ കാണും എല്ലാറ്റിനെയും. അതുകൊണ്ട് തന്നെ എന്ത് ശുഭം വന്നാലും അശുഭം വന്നാലും അതിനോടൊന്നും വല്ലാതെ പ്രതികരിക്കില്ല, സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യില്ല. അതും പറഞ്ഞു അല്ലേ. അങ്ങനെയുള്ള ആളുടെ പ്രജ്ഞയാണ് എന്താ സ്ഥിരം എന്ന് പറയുന്നത്. അതിന് അങ്ങനെയുള്ള ആളെ സ്ഥിതപ്രജ്ഞ എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുടെ പ്രജ്ഞയാണ് സ്ഥിതം. അങ്ങനെയുള്ള ആളാണ് ശരിക്കും ജ്ഞാനിന്ന്. അതാണ്. അതായത് ഇതൊക്കെ ഈ പല പിന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്ഥിതപ്രജ്ഞനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അതായത് എല്ലാറ്റിനോടും ബുദ്ധി പുലർത്തണം, അതന്നെയാണ് പറയണത് അല്ലേ. ദുഃഖം ഇപ്പോൾ പറഞ്ഞില്ലേ, ദ്വന്ദ്വാതീതനാവണമെന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ്സിന് മീതെ പോകണം, ബിയോണ്ട് അല്ലേ, അതന്നെയല്ലേ പറഞ്ഞ്. അതായത് ഈ വേൾഡ്ലി ലവ് ആണ് അത് രാഗമാണ്. അപ്പോൾ അങ്ങനത്തെ നമുക്ക് എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള സ്നേഹം വരുമ്പോഴാണ് നമുക്ക് നല്ലത് വന്നാൽ അതിയായിട്ടുള്ള സന്തോഷവും, നമ്മളൊക്കെ ഇഷ്ടം പോലെ ആയില്ലെങ്കിൽ അതിയായിട്ടുള്ള ദുഃഖവും. കാരണം അതിനോടുള്ള അറ്റാച്ച്മെൻ്റ് കൊണ്ടാണ് നമുക്കത് ഉണ്ടാവണത്. അറ്റാച്ച്മെൻറ്റ് അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഇതിനു മുമ്പ് പറഞ്ഞത്, കർമ്മം ചെയ്യുമ്പോൾ ഫലത്തിൽ വല്ലാതെ അറ്റാച്ച്മെൻറ്റ് വെക്കരുതെന്നേ. അങ്ങനെ ഫലത്തിൽ അത്രയ്ക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആകുമ്പോഴാണ് നമുക്ക് നിരാശ ഉണ്ടാകുന്നത്. ആശ ഉണ്ടെങ്കിലല്ലേ നിരാശ. അതുകൊണ്ടാണത് പറഞ്ഞത്. അപ്പോൾ സ്ഥിതപ്രജ്ഞന് അത് പാടില്ല എന്ന്. അശുഭം വന്നാലും ശുഭം വന്നാലും ഇതൊന്നും എൻ്റെ കയ്യിലല്ല, ഈശ്വരേച്ഛ പോലെ വരുന്നു, ഞാൻ എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ഇനി വരണതൊന്നും എനിക്ക് യാതൊരു കൺട്രോളും ഇല്ല,
ഇനി ഈശ്വരേച്ഛ പോലെ ശുഭം വന്നാലും അശുഭം വന്നാലും ഞാനതിനെ അംഗീകരിക്കുന്നു എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് സ്ഥിതപ്രജ്ഞൻ്റെ. അല്ലേ? എത്ര നല്ലതാണല്ലേ? അങ്ങനെ അല്ലാതിരിക്കുന്നത് പലപ്പോഴും, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. അപ്പോൾ നമ്മളുടെ കുടുംബത്തിനെ പറ്റിയിട്ടും പിന്നെ നമ്മുടെ എല്ലാ അച്ചീവ്മെൻറ്റ്സിനെ പറ്റിയിട്ടുമൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് പറയുക, ബാക്കിയുള്ളവർക്ക് ബോറടിക്കുമെന്ന് പോലും നമ്മൾ പലപ്പോഴും മനുഷ്യന്മാർ മറന്നു പോവും. അതൊക്കെ തമോ ഗുണമാണത്രേ. അതേപോലെ തന്നെ വേറൊരാൾക്ക് ദുഃഖം വരുമ്പോൾ സന്തോഷിക്കുക, അതും തമോ ഗുണമാണ്, രജോ ഗുണം പോലുമല്ല. നമ്മൾ വളരെ അവനവൻ്റെ കേമത്തം പറഞ്ഞ് ബാക്കിയുള്ളവരെ ബോറടിപ്പിക്കണതോ അല്ലെങ്കിൽ അവനവൻ്റെ കേമത്തം പറഞ്ഞ് നമുക്ക് ഒരു ക്രെഡിറ്റും ഇല്ലാത്ത കാര്യങ്ങളെ എവിടെ ജനിച്ചു എന്ന് നമുക്ക് യാതൊരു ക്രെഡിറ്റും എടുക്കാൻ പറ്റില്ല. നമ്മളെവിടെ ജനിക്കണമെന്ന് നമുക്കൊരു കൺട്രോളും ഉണ്ടായിരുന്നില്ല. ഈശ്വരൻ എവിടെയോ ജനിപ്പിച്ചു, അല്ലേ? അപ്പോൾ അങ്ങനെ ക്രെഡിറ്റ് എടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ക്രെഡിറ്റ് എടുത്ത് സംസാരിക്കണത് തന്നെ തമോ ഗുണമാണത്രേ. അതേപോലെ തന്നെ വേറൊരാളെ ദുഃഖത്തിൽ പിന്നെ സന്തോഷം കാണുന്നതും തമോ ഗുണമാണത്രേ. അപ്പോൾ സ്ഥിതപ്രജ്ഞന് ഇതൊന്നും ഉണ്ടാവില്ല. ഈ ജാതി യാതൊരു പിന്നെ മനസ്സിൻ്റെ ചാഞ്ചല്യം ഉണ്ടാവില്ല. ഇതില്ലാത്തൊരു കുറേ ഉണ്ടാവും കേട്ടോ. രജോ ഗുണത്തിനേക്കാളും മോശമാണല്ലോ ഇപ്പം അത്. അപ്പോൾ അത് നമ്മൾക്ക് അതും പോരാ, രജോ ഗുണത്തിൽ നിന്നും പോണേ, അതാണ് പറയണത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കൺട്രോളിങ് ദ സെൻസസ്. അതായത് ഈ സ്ഥിതപ്രജ്ഞന് എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളും പിന്നെ നല്ല ജ്ഞാനേന്ദ്രിയങ്ങളെ അടക്കിയ ആളാക്കന്നെ പറ്റുള്ളൂ. അതാണ് പറയണത് കേട്ടോ. ഇവിടെ സ്നേഹം സ്നേഹം എന്നുള്ള ആ വാക്കന്നെ ഉപയോഗിച്ചിരുന്നത് സ്നേഹം വിത്ത് രാഗം. അതിനെയാണ് ഇവിടെ സ്നേഹം എന്ന് പറയണത്, വിത്തൗട്ട് രാഗം. അതായത് അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത സ്നേഹത്തിന് സ്നേഹം എന്നുള്ള വാക്ക് പോലും ഭഗവാൻ ഉപയോഗിച്ചിട്ടില്ല. അനഭിസ്നേഹം എന്നാണ് പറഞ്ഞ്, അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത സ്നേഹം എന്ന് വേറെ പറഞ്ഞു, അല്ലേ? സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോഴുള്ള രാഗത്തോട് കൂടിയിട്ടുള്ള സ്നേഹം. ജ്ഞാനികൾക്ക് എന്ത് സ്നേഹമാണ്? അനഭിസ്നേഹമാണ്, അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത സ്നേഹം. അത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ധീരന്മാരും. ബുദ്ധി ഉപയോഗിച്ചിട്ട് വിചാരിക്കുകയാണേ, ഇതൊന്നും എൻ്റെ അല്ല, ഇതൊക്കെ എൻ്റെ മനസ്സിൻ്റെയാണ്, ഞാൻ മനസ്സല്ല. അപ്പം പിന്നെ എന്താ ഈ മനസ്സിൽ വരണതൊന്നും ശരിക്കുള്ളതല്ല. ഞാൻ മനസ്സല്ല, ഞാൻ എൻ്റെ ബോഡിയല്ല, എൻ്റെ മനസ്സല്ല, എൻ്റെ ബുദ്ധിയല്ല, ഞാൻ ആത്മാവന്നെയാണ്. അപ്പോൾ ഈ ബുദ്ധിയിലും മനസ്സിലും തോന്നുന്നതൊന്നും ശരിയല്ല, പൊന്തി മറയണ ദൃശ്യങ്ങളാണ്. അങ്ങനെ വിചാരിക്കാൻ പറ്റുന്ന സ്ഥിതപ്രജ്ഞന് അതാണ്. അതുകൊണ്ടാണ് ഈ ബുദ്ധിക്കും അപ്പുറത്ത് നിൽക്കൊണ്ടാണ്, അതിനെയാണ് പ്രജ്ഞ എന്ന് പറയണത്. ബുദ്ധിക്കും അപ്പുറത്തുള്ള അറിവിനെയാണ് പ്രജ്ഞ എന്ന് പറയണത്. അപ്പോൾ ആ സ്ഥിതപ്രജ്ഞന് അത് ആലോചിക്കാൻ പറ്റും. മനസ്സിനിങ്ങനെ ചാഞ്ചല്യങ്ങൾ വരുമ്പോൾ ഈ ആജിറ്റേഷൻ മുഴുവൻ എൻ്റെ മനസ്സിനാണ്, ഞാൻ മനസ്സല്ല എന്ന് മനസ്സിലാക്കുകയല്ല, ഞാൻ മനസ്സല്ല എന്ന് പറഞ്ഞ് മാറി ആത്മാവിൽ തന്നെ നിൽക്കാൻ സാധിക്കും അവർക്ക്. അതാണ് പൂർണ്ണ നിസ്സംഗത ഉണ്ട് അവർക്ക്. നിസ്സംഗമാണ് അവർക്ക്. അറ്റാച്ച്മെൻ്റ് പൂർണ്ണ നിസ്സംഗത ഉണ്ടെങ്കിൽ മാത്രമേ സ്ഥിതപ്രജ്ഞനാവുള്ളൂ എന്നാണ്. ഇനി ഭഗവാൻ ഒരു എക്സാമ്പിൾ പറയാം 58. അപ്പം ഞാൻ ഒന്ന് തന്നെയാണ് പറഞ്ഞ കേട്ടോ, സെയിം 56 പറഞ്ഞ തന്നെ അപ്പോൾ നമ്മൾ 57 പറഞ്ഞത്. ഇനി നമുക്ക് 57 വായിച്ച് 58 പോകാം കേട്ടോ. സർവത്രാനഭിസ്നേഹസ്തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, അനഭിസ്നേഹമാണ് ജ്ഞാനികൾക്ക്, നമുക്ക് സാധാരണ സ്നേഹം വിത്ത് അറ്റാച്ച്മെൻറ്റ്. അപ്പം നമ്മളവിടെ എത്തിയാൽ നമുക്കും അതാവും. ഇനി 58 യഥാ, അപ്പോൾ ഉദാഹരണം പറയണം ഭഗവാൻ കേട്ടോ. യഥാ സംഹരത്തെ ചായം കൂർമോങ്കാനീവ സർവശ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. പിന്നെ പറയാണ് യഥാ അയം, എപ്പോഴാണ് ഒരാൾ, അതായത് ഒരു ജ്ഞാനി കൂർമാങ്കാനി ഇവ
കൂർമ്മ ലൈക്ക് എന്താ ഒരു ആമ എങ്ങനെയാണ് അതിൻ്റെ കാലുകളെ അകത്തേക്ക് വലിക്കുന്നത്. ഇപ്പോൾ പേടിയായാൽ എന്തെങ്കിലും ആപത്ത് വരുന്നുണ്ടെങ്കിൽ ആമ ഇങ്ങനെ നടന്നു പോവുക വിചാരിച്ചോളൂ. ഒരാപത്ത് അത് സെൻസ് ചെയ്താൽ, ഒരാപത്ത് വരുന്നുണ്ടെന്ന് അതിന് തോന്നിയാൽ ഉടനെ എല്ലാ കാലും അകത്തേക്ക് വലിക്കും. കാരണം കാലുമ്പിൽ ഫ്ലഷൊക്കെ ഉണ്ട്, ആർക്ക് വേണമെങ്കിൽ അതിൽ വേദനിപ്പിക്കാനൊക്കെ പറ്റും. പക്ഷേ ഈ ഷെല്ല് നല്ല കട്ടിയുള്ളതാണല്ലോ. അപ്പോൾ ആ ഷെല്ലുമ്പിൽ ഇപ്പോൾ ഒരു ശത്രു വന്നിട്ട് എന്തെങ്കിലും ചെയ്താലും ഒന്നും പറ്റില്ല. ഇപ്പോൾ ഒരു പാമ്പ് വന്നു വെച്ചാൽ ഇങ്ങനെ കൊത്തി വെച്ചാൽ അതിന് പിന്നെ ഷെല്ലുമ്പിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് കുറേ ജീവികൾക്ക് അത്ര കട്ടിയുള്ള ഷെല്ലാണ്. അപ്പോൾ എന്താ ചെയ്യുക? കൂർമ്മം അല്ലെങ്കിൽ ആമ എന്താ ചെയ്യുക? എന്തെങ്കിലും ആപത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് പിന്നെ പുറത്തേക്ക് ഇടണ്ടെന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് തോന്നിയ ഉടനെ എല്ലാ കാലും അകത്തേക്ക് വലിക്കും അല്ലേ? അതാണ് പറയണത്. ഒരു ജ്ഞാനി ഈ ആമ അതിൻ്റെ കാലുകളെ അകത്തേക്ക് വലിക്കുന്ന പോലെ ഇന്ദ്രിയാണി സർവശഃ ഇന്ദ്രിയാർത്ഥേഭ്യ സംഹരതേ. എന്താ ചെയ്യുക? എല്ലാ ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വലിക്കും. ആമ കാലകത്തേക്കെടുക്കുന്ന പോലെ ഒരു ജ്ഞാനി എല്ലാ ഇന്ദ്രിയങ്ങളെയും, ജ്ഞാനേന്ദ്രിയത്തിനെയാണ് മെയിൻലി, എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളെയും അതിൻ്റെ വിഷയം ഓബ്ജക്ട്സ് നിന്ന്, ഇപ്പോൾ കണ്ണിനാണെങ്കിൽ നല്ല ഭംഗിയുള്ള കാഴ്ച, അത് കണ്ടാലും കണ്ടു തന്നെ തോന്നില്ല, കാരണം അതിൻ്റെ പിന്നിലുള്ള ശക്തിയെ വലിച്ചു. ചെവി ഇപ്പോൾ എന്തോ ശബ്ദം കേൾക്കേണ്ട വളരെ ഡിസ്റ്റർബിംഗ് ആണ്, അല്ലെങ്കിൽ നമുക്ക് വളരെ നമ്മുടെ മനസ്സിനെ വളരെ അലോസരപ്പെടുത്തുന്ന ആജിറ്റേറ്റ് ചെയ്യുന്ന സൗണ്ടാണെങ്കിൽ ആ കേൾക്കാനുള്ള ശക്തിയെ അതിൽ നിന്ന് ഇങ്ങോട്ട് പിൻവലിക്കാൻ പറ്റും ഈ ജ്ഞാനിക്ക്. ചെവി വെറുതെ ഒരു ഉപകരണമല്ലേ. ചെവിക്ക് കേൾക്കണമെങ്കിൽ ആ ശ്രോത്രേന്ദ്രിയം ഉണ്ടല്ലോ, ആ ഇന്ദ്രിയത്തിനെ അകത്തേക്ക് വലിക്കും. അതുപോലെ തന്നെ പിന്നെ ഈ കണ്ണിൻ്റെ പിന്നിലുള്ള ആ ശക്തി ഇന്ദ്രിയത്തിനെ വലിക്കും. അങ്ങനെ ചെയ്യും. അതാണ് ആ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും വിഡ്രോ ചെയ്യും, വലിക്കകത്തേക്ക്. അങ്ങനെ അങ്ങനെയുള്ള ആളെയാണ് എന്ത് പറയുക? സ്ഥിതപ്രജ്ഞ എന്ന് പറയുക എന്ന് ഒരു ഉദാഹരണം പറഞ്ഞെന്നാണ് നമുക്ക്. അതായത് നമുക്ക് എന്താണ് സത്യം എന്ന് അറിഞ്ഞാൽ പോരാ, അതായിട്ട് നമ്മൾ ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞാൽ പോരാ, നമുക്ക് ആത്മാവ് തന്നെ ആയിത്തീരണേ. അതാണ്. അങ്ങനെ നമുക്ക് ആണ് ഞാൻ എന്നുള്ള അനുഭവം ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? നമുക്ക് ആദ്യം നമ്മുടെ ഇന്ദ്രിയങ്ങളെ ജയിക്കണം. അതായത് സ്ഥിതപ്രജ്ഞന് സമാധിയിലിരിക്കല്ലെങ്കിലും അത് പറ്റും. അതാണ് സമാധിയിൽ വെച്ചാൽ ഒന്നും ഇളകാണ്ടിരിക്കണം എന്നില്ല, അവരെപ്പോഴും അത് തന്നെ ആത്മാവിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. അപ്പം എന്താ വെച്ചാൽ എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളെ ഒന്നും ശരിക്ക് ഇതിൻ്റെ ശക്തി കൊടുത്ത് വിഷയങ്ങളെ അടുത്തേക്ക് പോകണില്ല. ഒക്കെ കണ്ടാലും ഒന്നും ഏശില്ല ഇവരെ, ബിക്കോസ് ഇന്ദ്രിയങ്ങളുടെ ശക്തി ഇവർ വലിച്ചിരിക്കണു. അപ്പം പിന്നെന്താ? ചെവി വെറും ഒരു ഉപകരണം, കണ്ണ് വെറും ഒരു ഉപകരണം. ചെവി കൂടെ ഒന്നും കേൾക്കണില്ല, കണ്ണു കൂടെ ഒന്നും കാണില്ല, മൂക്ക് കൂടെ ഒന്നും പിന്നെ എന്താ പറയുക വാസനിക്കണില്ല, വായ കൂടെ ഒന്നും ടേസ്റ്റ് ചെയ്യണില്ല, പിന്നെയോ ത്വക്ക് അതായത് സ്കിന്നിൽ കൂടെ ഒന്നും സ്പർശിക്കണമില്ല. കാരണം അതിൻ്റെ പിന്നിലുള്ള ഇന്ദ്രിയശക്തിയൊക്കെ വലിച്ചെടുത്തു. അപ്പം മരിച്ചു കിടക്കണ ഒരാളൊക്കെ കണ്ണുണ്ട് അല്ലേ, അവർക്ക് ചെവിയുണ്ട്, കാണില്ല, കേൾക്കില്ല. എന്താ കാരണം? ഇന്ദ്രിയശക്തി പോയി കഴിഞ്ഞു. അതുപോലെ ദേഹത്തിൽ നിന്ന് ഈ സ്ഥിതപ്രജ്ഞന് ഇന്ദ്രിയ ശക്തികളെ അകത്തേക്ക് അങ്ങോട്ട് വലിച്ചാൽ പിന്നെ ഈ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളൊന്നും കാണുകയും കേൾക്കുകയും ഒന്നും ചെയ്യില്ല. അതാണെന്നല്ലേ പറഞ്ഞത് കേട്ടോ. അതാണ് സ്ഥിതപ്രജ്ഞൻ. അതുകൊണ്ടാണ് ഫ്രീ ഫ്രം തോട്ട്സ്. അപ്പം രജോ ഗുണം കൊണ്ടും തമോ ഗുണം കൊണ്ടും ഉണ്ടാവണ മനസ്സിൻ്റെ ഒരു ചാഞ്ചല്യത്തിനെയും അവരറിയില്ല. അതാണ്. അതുകൊണ്ടാണ് അപ്പം ഈ ഉദാഹരണം പറഞ്ഞത്. ഒരാമ എങ്ങനെ കാലുകളെ അകത്തേക്ക് വലിക്കുന്നു, അതുപോലെയാണ് സ്ഥിതപ്രജ്ഞൻ തൻ്റെ ഇന്ദ്രിയങ്ങളുടെ പിന്നിലുള്ള ഇന്ദ്രിയ ശക്തിയെ
വലിക്കുന്നു. അപ്പോൾ ഈ 5 ഇന്ദ്രിയങ്ങളും കൊണ്ട് കാണുന്നതോ കേൾക്കുന്നതോ ഒന്നും ഇവരെ സ്പർശിക്കണില്ല. ആൻഡ് ദേ ആർ ആക്ച്വലി എപ്പോഴും ആത്മാവിൽ തന്നെ ഞാൻ ആത്മാവാണ് എന്ന അനുഭവത്തിൽ തന്നെ ഇരിക്കുന്നവരാ. അത് അങ്ങനെ എത്തണമെങ്കിലാണ് പറയണ ആമയെ പോലെ ഇന്ദ്രിയ ജയം വേണം. ആമയ്ക്ക് എപ്പോൾ വേണമെങ്കിൽ കാല് വലിക്കാൻ പറ്റൂല, അതുപോലെ ആയിരിക്കും ഇവർക്ക്. എപ്പോൾ വേണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ മുഴുവൻ അകത്തേക്ക്, അതായത് പുറത്തേക്ക് നോക്കുന്ന ഇന്ദ്രിയങ്ങളെ മുഴുവൻ അകത്തേക്കങ്ങട് ആത്മാവിലേക്കങ്ങട് എടുക്കാൻ പറ്റും. അതൊക്കെ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങളാണ്. അതാണ് പ്രത്യാഹാരം. ഈ അഷ്ടാംഗയോഗത്തിലെ ആദ്യം യമം, നിയമം, സുഖാസനം, പ്രാണായാമം, പ്രത്യാഹാര. ഇതാണ് പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ, ബഹിർമുഖമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കുക. അതായത് പുറത്തേക്ക് പോയി എപ്പോഴും പുറത്ത് പോയി ശീലിച്ചിട്ടുള്ള ഇന്ദ്രിയങ്ങളെ പതുക്കെ പ്രാക്ടീസ് ചെയ്യിക്കുക, അകത്ത ആത്മാവിനെ നോക്കാനായിട്ട്, പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ അല്ലാതെ. അതാണ് പ്രത്യാഹാരം. അതായത് ഇന്ദ്രിയങ്ങളെ ജയിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ധാരണയും ധ്യാനവും സമാധിയും ഒക്കെ. അപ്പോൾ ഈ സമാധിസ്ഥാനായിട്ടുള്ള ആളൊക്കെ ഓൾറെഡി പ്രത്യാഹാരമൊക്കെ കഴിഞ്ഞതാണ് അല്ലേ. പ്രത്യാഹാരം കഴിഞ്ഞിട്ടാണ് ധാരണ, അത് കഴിഞ്ഞിട്ടാണ് മെഡിറ്റേറ്റിംഗ് അപ്പോൺ ദാറ്റ്. ധാരണ വെച്ചാൽ എന്തിനെ മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് തീർച്ചയാക്കി ക്ലാരിറ്റി വരലാണ്. എന്നിട്ട് പിന്നെ എന്താണ് ക്ലിയർ ആയത് അതിനെ ധ്യാനിക്കുകയാണ്. അങ്ങനെ ധ്യാനത്തിൽ കുറേ നേരം ഇരിക്കുമ്പോൾ പിന്നെ നമ്മൾ സമാധിയിൽ പോവുകയാണ്. അപ്പോൾ പ്രത്യാഹാരം ഇതാണ് പ്രത്യാഹാരം. എന്താ? ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് വലിക്കൽ. അത് സ്ഥിതപ്രജ്ഞന്. അതിൻ്റെ അർത്ഥം എന്താ ചുരുക്കത്തിൽ വെച്ചാൽ, സ്ഥിതപ്രജ്ഞൻ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ് അതാണ് ഒരു ലക്ഷണം. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. അത്രയേ ഉള്ളൂ ഇതിൽ. ഇനി അപ്പോൾ 58 വായിച്ച് നമുക്ക് ഇതിൽ ആ ഉദാഹരണം പറഞ്ഞല്ലോ ആമയുടെ. യഥാ സംഹരതേ ചായം കൂർമാംഗാനീവ സർവശ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ഇന്ദ്രിയങ്ങളുടെ അർത്ഥം, ഇന്ദ്രിയാർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുക. ഓബ്ജക്ട്സ് നിന്ന് സെൻസസ് ആർ വിഡ്രോൺ ഫ്രം ദ ഓബ്ജക്ട്സ്, ഇംഗ്ലീഷിൽ പറയാച്ചാൽ. ഓക്കെ. ഇനി അങ്ങനെ ആമയെ പോലെ അർത്ഥം. ഇനി അങ്ങനെയുള്ള ആൾ സ്ഥിതപ്രജ്ഞൻ. മീൻസ് യു ഹാവ് ടു വിൻ ഓവർ യുവർ സെൻസസ്. അവിടെ എത്താൻ ഒരു സ്ഥിതപ്രജ്ഞനെ കംപ്ലീറ്റ്ലി ജയിച്ചവരാണ്. ഏതിനെ? ഇന്ദ്രിയങ്ങളെ അല്ലെങ്കിൽ സെൻസസിനെ. ഇനി വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിന രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. നമുക്ക് അർത്ഥം നോക്കാം. ഓക്കെ. നിരാഹാരസ്യ ദേഹിന. ഈ എല്ലാ ഇങ്ങനെ പിന്നെ എന്താണ് എല്ലാ പിന്നെ ഇവിടെ ഇപ്പം ആഹാരം എന്നുള്ളത് ശരിക്ക് ഫുഡ് എന്നില്ല, ഇവിടെ അതില്ല. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളെയാണ് പറഞ്ഞത് കേട്ടോ. അതാണ് ആരാണ് വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് വലിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ദോസ് ഹു കംപ്ലീറ്റ്ലി ആബ്സ്റ്റെയിൻ ഫ്രം സെൻസ് ഓബ്ജക്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ മുഴുവൻ. ഇപ്പം ആഹാരം എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മാത്രമല്ലേ ആയുള്ളൂ. കേൾക്കണത് ചെവിയുടെ ആഹാരമാണ്, കാണണത് കണ്ണിൻ്റെ ആഹാരമാണ്. മനസ്സിലായില്ലേ? കണ്ണിൻ്റെ ഫുഡാണല്ലോ അത് കാഴ്ച. കേൾക്കണതൊക്കെ ചെവിയുടെ ഫുഡ് അല്ലേ. അപ്പോൾ ഇവിടെ ആഹാരം എന്ന് പറയണതിന് എല്ലാ സെൻസസിൻ്റെ വിഷയങ്ങളെയും ഓബ്ജക്ട്സിനെയും ഇവിടെ മീൻ ചെയ്യണ്ട. അതുകൊണ്ടാണ് നിരാഹാരസ്യ ദേഹിന പറഞ്ഞത്. ദോസ് ഹു ആർ കംപ്ലീറ്റ്ലി വിഡ്രോൺ ദ സെൻസസ് ഫ്രം ദ സെൻസ് ഓബ്ജക്ട്സ് എന്നർത്ഥം. മനസ്സിലായി? വിഷയങ്ങളിൽ നിന്ന് എല്ലാ ഇന്ദ്രിയങ്ങളെയും പിൻവലിച്ചവരെന്നാണ് അർത്ഥം നിരാഹാരസ്യ. മറ്റേ വെറും ഭക്ഷണം മാത്രം കഴിക്കാണ്ടിരിക്കുന്നതല്ല, എല്ലാറ്റിൻ്റെയും. ഓക്കെ. വിഷയാഹ, ആ ഓബ്ജക്ട്സ്, വിഷയാഹ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ദ്രിയങ്ങളും അതിൻ്റെ വിഷയങ്ങളും രസവർജം,
അപ്പോൾ രസവർജം വെച്ചാൽ എന്താ, അതിൽ ഡിറ്റാച്ച്ഡ് ആവുക, രസമില്ലാതെ, രസത്തിനെ വർജിക്കുക. അതിനാണ് മീൻസ്. അപ്പോൾ ഡിറ്റാച്ച്ഡ് ബിക്കോസ് ഓഫ് ദ ഡിറ്റാച്ച്മെൻറ്റ്. ഡിറ്റാച്ച്മെൻറ്റ് കൊണ്ടാണ് അത് രസമില്ല തോന്നണതേ. അതിൽ ഇതില്ല, അറ്റാച്ച്മെൻ്റ് ഇല്ല, രാഗമില്ല, അപ്പോൾ അത് രസമില്ല. നമുക്കങ്ങനെയാണല്ലോ, ഇഷ്ടമുള്ളതല്ലേ, നമുക്കതിനോടൊരു രസം ഉണ്ടെങ്കിലല്ലേ. അല്ലെങ്കിൽ നമ്മൾ പറയും ഓ അത് മഹാവിരസം എന്ന് പറയുമല്ലോ. ഇഷ്ടമുണ്ടെങ്കിൽ അത് നമ്മൾ എൻജോയ് ചെയ്യും. അതുപോലെയാണ് അപ്പോൾ ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് രസം ഉണ്ടാവില്ല. അതാണ് രസവർജം. വിനിവർത്തതേ ലീവ്സ് ദം, അതായത് വിടുന്നു. എന്നിട്ട് പിന്നെ അതിലേക്ക് വരാട്ടോ. അസ്യ പക്ഷേ സ്ഥിതപ്രജ്ഞന് രസോപി, അതായത് ഈ എന്താണ് അറ്റാച്ച്മെൻറ്റിൻ്റെ വിത്ത് പോലും പരം ദൃഷ്ട്വ, അതായത് അതിലും കൂടി ബ്രഹ്മത്തിനെയാണ് അവർ കാണുന്നത്. അതുകൊണ്ട് ഒന്നും അവർക്ക് ബ്രഹ്മമല്ലാതെ യാതൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ രസം എന്നുള്ള വാക്കിന് അറ്റാച്ച്മെൻ്റ് എന്നാണ് അർത്ഥം, രാഗം എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും കാരണം നമ്മൾ മനസ്സിലാക്കിയല്ലോ, അവിദ്യ, ഇഗ്നറൻസാണ്, നമ്മളെ അവിദ്യയാണ് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല എന്ന് കാണുന്ന ആൾ, അതായത് സർവം ബ്രഹ്മമയം എന്ന് കാണുന്ന ഒരാൾക്ക് പിന്നെ വേറെ ഒന്നും ഇവിടെ ഇല്ല, ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ല. അപ്പോൾ ഈ സ്ഥിതപ്രജ്ഞൻ അല്ലാത്ത സമയത്ത് പോലും ഒന്നിനോട് അറ്റാച്ച്മെൻ്റ് ഇല്ല. അയാൾ സമാധിയിലിരിക്കുകയാണെങ്കിൽ പറയാനില്ല, സമാധിയിലിരിക്കുകയാണെങ്കിൽ ഒന്നും അറിയണില്ല, കാരണം കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് അല്ലേ. സമാധിസ്ഥനാണെന്ന് വെച്ചാൽ ഒന്നും അറിയില്ലല്ലോ. ഇപ്പം ഒരാളവിടെ പോയാലോ വിളിച്ചാലോ ഒന്നും കേൾക്കൊന്നുമില്ല, കാരണം കംപ്ലീറ്റ്ലി അങ്ങനെ ഇരിക്കാം. ഞാനല്ല, സമാധി എന്ന് ഉണർന്ന സമയമാണെങ്കിൽ പോലും അവരെപ്പോഴും ആത്മാവിൽ തന്നെയാണ് ഇരിക്കണതേ. അവർ ആ നാലാമത്തെ സ്റ്റേറ്റിലാണ്, ജാഗ്രതയിലല്ല, സ്വപ്നത്തിലല്ല, സുഷുപ്തിയിലുമല്ല, അതിനും അപ്പുറത്തുള്ള തുരീയാവസ്ഥയിലാണ് അവർ വർത്തിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇഗ്നറൻസ് ഇല്ല. എന്താ ഇഗ്നറൻസ്? ഐ ആം ദ ബോഡി, ഞാൻ ശരീരമാണെന്ന് വിചാരിക്കണ ആ അജ്ഞാനം അവർക്കില്ല. ജ്ഞാനികൾക്ക് എപ്പോഴും ഞാൻ ആത്മാവ് തന്നെയാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതാണ്. പക്ഷേ ഇതിപ്പോൾ എത്തണമെങ്കിൽ പറഞ്ഞില്ലേ, നമ്മൾ നിരാഹാരം എന്ന് പറഞ്ഞില്ലേ, ഇവിടെ എല്ലാ സെൻസ് ഓബ്ജക്ട്സിൽ നിന്ന് വലിക്കണം, മാറ്റണേ. അത് എളുപ്പമല്ല, അത് എളുപ്പമൊന്നുമല്ല. അപ്പോൾ നമ്മൾ എത്രത്തോളം കാലം നമ്മൾ ശരീരമാണെന്ന് വിചാരിക്കണോ അത്രത്തോളം കംപ്ലീറ്റ്ലി നമുക്ക് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും കംപ്ലീറ്റ്ലി മാറ്റാൻ വിഷമമാണ്. അതായത് സെൻസസിനെ സെൻസ് ഓബ്ജക്ട്സിൽ നിന്നും, ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും കംപ്ലീറ്റ്ലി മാറ്റാൻ അജ്ഞാനം ഉള്ളിടത്തോളം കാലം വിഷമാണ്. എന്താ അജ്ഞാനം? ഞാൻ ശരീരമാണെന്ന് നമ്മൾ വിചാരിക്കുന്നിടത്തോളം കാലം. അപ്പോൾ ആ ശരീരമല്ലാന്ന് നല്ലോണം ബോധ്യമായിട്ട് നമ്മൾ ആത്മാവാണ് എന്നുള്ള അനുഭവം ഉണ്ടാകുന്നത് വരെ പൂർണ്ണമായിട്ടും ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ പറ്റില്ല. അതാണ്. അപ്പം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക ചോദിച്ചാൽ, പറ്റണത്രേ നമ്മൾ അങ്ങനത്തെ വിഷയങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നോക്കുക. ആദ്യം ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ട്രെയിനിങ്. ആദ്യം അങ്ങനത്തെ വിഷയങ്ങൾ നമ്മളെ ടെംപ്റ്റ് ചെയ്യുമല്ലോ, നമ്മളെക്ക് പ്രചോദനം തരുന്ന അങ്ങനത്തെ വിഷയങ്ങളിൽ നിന്ന് നമ്മളെ പറ്റണത്രേ സ്റ്റേ എവേ, ആബ്സ്റ്റെയിൻ അല്ലേ, അതിന്ന് മാറി നിൽക്കാൻ നോക്കുക. പക്ഷേ അതും പോരാ, മനസ്സിൽ ഡിസയർ ഉണ്ടാവുക, അപ്പോൾ മനസ്സിൽ ആശ ഉണ്ടാവുക. ശരിയാണ്, നമ്മൾ നല്ലോണം കൺട്രോൾ ചെയ്തിട്ട് ഓക്കെ ഞാൻ ആ വിഷയങ്ങൾ എനിക്ക് അത് നന്നല്ല, ഞാൻ മാറി നിൽക്കാം. പക്ഷെ മനസ്സിലതിന് മോഹം ഉണ്ടെങ്കിലോ, ആ മോഹത്തിനെയും കൊല്ലണേ, മോഹത്തിനെയും നമ്മൾ നശിപ്പിക്കണം. ആ മോഹം എപ്പോഴാണ് നശിക്കണത്? നമ്മൾ ഈ കംപ്ലീറ്റ്ലി നമുക്ക് ഒരാഗ്രഹവും ഇല്ലാണ്ടാവണം വെച്ചാൽ ശരിക്കും നമുക്ക് ഞാൻ ആത്മാവാണെന്ന്
അനുഭവമാവണം. അതുവരെ ചെറിയ ചെറിയ മോഹങ്ങളുണ്ടാവും. ശരിയാണ്, വലിയ വലിയ മോഹങ്ങളൊക്കെ വെച്ചാൽ നമ്മളിങ്ങനെ ആസ് വി പ്രോഗ്രസ്, നമ്മൾ ഈ ആധ്യാത്മിക തലത്തിൽ പുരോഗമിച്ച് വരുമ്പോൾ പലതിനെയും നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് വേണ്ട വിഷയങ്ങളെ വേണ്ടാക്കാൻ പറ്റും. എന്നാലും വേറെ ചില ഈവൻ മോക്ഷം എപ്പോഴാണ് നമുക്ക് മോഹം ഉണ്ടാവണം? നമ്മൾ വേറെയാണെന്ന് വിചാരിക്കുമ്പോഴാണല്ലോ, അല്ലേ? അപ്പോൾ മോക്ഷത്തിനുള്ള ആഗ്രഹം പോലും നമുക്കില്ലാണ്ടാവണം. എല്ലാ ആഗ്രഹത്തിനെയും നമ്മൾ ആത്മാവ് തന്നെയാണ്, നമ്മൾ ബ്രഹ്മമാണെന്ന് അങ്ങോട്ട് ബോധ്യമായാൽ, അനുഭവമായാൽ പിന്നെ എന്താ ആഗ്രഹമുള്ളത്? മോക്ഷം കിട്ടണമെന്നുള്ള ആഗ്രഹമില്ലല്ലോ. മോക്ഷം കിട്ടി. ഞാൻ ആത്മാവ് തന്നെയാണെന്നുള്ള അനുഭവം വന്നു കഴിഞ്ഞു. അപ്പോൾ അതാണ് ഇവിടെ പറയണത്. അതായത് ഈ ആഗ്രഹം ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരാഗ്രഹം ഇല്ലാണ്ടാവണം വെച്ചാൽ അതെപ്പോഴാണ് ഉണ്ടാവുക? നമ്മൾ ശരീരമാണെന്ന് വിചാരിക്കാതെ കംപ്ലീറ്റ്ലി നമ്മൾ ആത്മാവായിട്ടുള്ള ഞാൻ ആത്മാവാണെന്ന അനുഭവമാകുമ്പോൾ മാത്രമേ ആ ഒരു ആഗ്രഹവും ഇല്ലാത്ത അവസ്ഥയിലെത്തുള്ളൂ. അതാണല്ലോ പൂർണ്ണത. കണ്ടെൻറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞല്ലോ. എന്താ തൃപ്തി പറഞ്ഞാൽ? പിന്നെ ഒരാഗ്രഹവും ഇല്ല. ആ പൂർണ്ണ തൃപ്തനാവണമെങ്കിൽ നമുക്ക് ദേഹമാണെന്ന് ഉള്ള വിചാരം ഇല്ലാണ്ടിരിക്കുന്ന വേണം. അതാണ് ഇതിൽ പറഞ്ഞത്. അപ്പം രസം എന്നുള്ളതിന് രസം എന്നുള്ളതിന് ശരിക്ക് വേറൊരു അർത്ഥമുണ്ട് കേട്ടോ. ആത്മാവെന്നൊരർത്ഥമുണ്ട്. പക്ഷേ ആ ആത്മരസം ഒരിക്കൽ അനുഭവിച്ചാൽ പിന്നെ ഈ ഭൗതിക രസമൊന്നും ഒരു രസമല്ലാന്ന്. അതാണ് ഇതിൽ പറഞ്ഞത്. പക്ഷെ അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ അത് മാത്രമാണ് പറയണത്. എന്താ പറയണത്? നമ്മൾ എല്ലാ വിഷയങ്ങളിൽ നിന്നും പിന്നെ നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ, അതായത് അകന്ന് നിൽക്കണമെങ്കിൽ ശരിക്കും നമുക്ക് ദേഹാഭിമാനം നഷ്ടപ്പെട്ട് നമ്മൾ ആത്മാവാണെന്നുള്ള അനുഭവം ഉണ്ടാവുക തന്നെ വേണം. പക്ഷേ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഭഗവാൻ പലതിലും പറഞ്ഞത്. എന്താ? ആദ്യം വിഷയങ്ങളെ അകറ്റൂ, അതൊന്ന് മാറി നിൽക്കാൻ നോക്കൂ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ കുറേ കഴിയുമ്പോൾ നമുക്ക് മോഹങ്ങൾ കുറഞ്ഞ് ആഗ്രഹങ്ങൾ അപ്പോഴും ഉണ്ടാവും. ചിലപ്പോൾ അത് ഒട്ടും അനുഭവിക്കാതെ ആയാൽ ആഗ്രഹങ്ങൾ കുറഞ്ഞ് മോക്ഷത്തിനുള്ള ആഗ്രഹം കൂടി ഇല്ലാണ്ടാവും. എപ്പോൾ? നമ്മൾ ആത്മാവന്നെയാണെന്നുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് പൂർണ്ണ തൃപ്തി, ഒരു ആഗ്രഹങ്ങളും ഇല്ല. കാരണം ഞാൻ ആത്മാവ് തന്നെയാണ്, ഇവിടെ ആത്മാവല്ലാതെ യാതൊന്നുമില്ല, ഞാൻ ആത്മാനന്ദം, ഇനി എനിക്കൊന്നിനും ആഗ്രഹമില്ല. അതാണ് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞ് നിർത്താം ഇവിടെ. അപ്പോൾ 59 കൂടി ഒന്നും കൂടി വായിച്ച് നിർത്താം. വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിന രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സമസ്താപരാധം ക്ഷമസ്വമേ. ഗുരുവായൂരപ്പാ ശരണം.